ഇന്ന് നമ്മളുള്ളത് കാളിമലയിലാണ്. ശരിക്കും മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ കാറ്റും പ്രകൃതി ഭംഗിയൊക്കെ ശരിക്കും ആസ്വദിക്കാനുണ്ട്. കാളിമലയിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. കാളിദേവിയാണ് പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് യാത്രക്കാർക്ക് ഒരു പ്രധാന ഇടത്താവളമായിരുന്നു ഇത്. കാളിമലയുടെ കാറ്റും തണുപ്പും യാത്രക്കാരുടെ ക്ഷീണം മാറ്റാൻ സഹായിച്ചിരുന്നു. പിന്നെ കാളിദേവിയുടെ അനുഗ്രഹം തേടിയും ഒരുപാട് ആളുകൾ ഇവിടെ എത്തുമായിരുന്നു. കാളിമല കൂടാതെ കൂനഞ്ചിമല, ആനമല എന്നീ 2 മലകൾ കൂടിയുണ്ട്. ഈ 3 മലകളും ചേർന്ന് ഒരു പ്രത്യേക ആകൃതിയിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം. ഉൾക്കാട്ടിലേക്ക് പോയൊരു പ്രതീതിയാണ് കേട്ടോ. സിറ്റിയിലെ പൊടിയും ബിസി ലൈഫും ഒക്കെ മടുത്തവരാണ് നിങ്ങളെങ്കിൽ, കൂടാതെ നിങ്ങളൊരു പ്രകൃതി സ്നേഹി കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടും. ഒരു മനുഷ്യനെ പറത്തിക്കളയാവുന്ന രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള കാറ്റാണ് കേട്ടോ ഇവിടെ വീശുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതുക. കാളിദേവി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ ഉണ്ടാകുന്നത്. ഭക്തിയും ശാന്തതയും നിറഞ്ഞ ഒരു അന്തരീക്ഷം. മനസ്സിന് നല്ല ശാന്തതയും പിന്നെ അനുഗ്രഹവും കിട്ടിയ ഒരു അനുഭൂതിയായിരുന്നു എനിക്ക്. കാളിമലയിൽ കാളിദേവി ക്ഷേത്രമാണ് പ്രത്യേകതയെങ്കിൽ കൂനച്ചിമലയിൽ ഒരു ഗുഹയുണ്ട്. ആനമലയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ആനയുടെ കാൽപ്പാടുകൾ പോലെയുള്ള കല്ലുകളുണ്ട്. കൂനച്ചിമലയും ആനമലയും ഇനിയുള്ള വരവിന് കാട്ടിത്തരാട്ടോ. ഏർമാടത്തിൽ കൂടി കയറി ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ഒന്നുകൂടി ആസ്വദിച്ച് ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ കാറ്റിനെ പരീക്ഷിക്കാനും കാളിദേവിയുടെ അനുഗ്രഹം വാങ്ങാനും നിങ്ങളും വരില്ലേ?